ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ChatGPT യൂസ് ചെയ്തിട്ട് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് എങ്ങനെ മികച്ച ഒരു സോഷ്യൽ മീഡിയ ആഡ് കോപ്പി, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതുകൂടാതെ തന്നെ ഒരു പ്രൊമോഷണൽ മെസ്സേജ് എങ്ങനെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇനിഷ്യലി നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സോഷ്യൽ മീഡിയ ആഡ് കോപ്പിയാണ് നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ChatGPT അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സെൻഡ് മെസ്സേജ് എന്ന് പറയുന്നൊരു ബോക്സ് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങളാണെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കുക. ഈ ഒരു കമാൻഡിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റ്. സോ ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തിരിച്ചൊരു ആൻസർ ChatGPT ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പ്രോംപ്റ്റ് നമ്മൾ എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ChatGPT റിസൾട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ ഞാനിവിടെ കൊടുത്ത പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ 5 ആഡ് കോപ്പി ഫോർ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഏത് മീഡിയത്തിലാണോ വേണ്ടത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ലിങ്ക്ഡിനിലാണ് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് പകരം ലിങ്ക്ഡിൻ കൊടുക്കാം, അതല്ല ഫേസ്ബുക്കാണ് വേണമെങ്കിൽ ഫേസ്ബുക്ക് കൊടുക്കാം, അതല്ല ജനറിക് ആയിട്ടാണ് വേണ്ടതെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, റിലേറ്റഡ് ടു നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആഡ് എ കണ്ടൻറ് ടോപ്പിക്. ഇവിടെ എന്തിനെക്കുറിച്ചിട്ടാണോ നമുക്ക് പോസ്റ്റ് വേണ്ടത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടാണോ ആഡ് കോപ്പി വേണ്ടത് അതിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ കൊടുക്കണം. ഞാനാണെങ്കിൽ ഇവിടെ മെൻസ് സൺഗ്ലാസ്, ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് എനിക്ക് ആഡ് കോപ്പി വേണ്ടത്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ദാറ്റ് വിൽ എൻഗേജ് ദി ടാർഗറ്റഡ് ഓഡിയൻസ്. സോ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഈ ആഡ് ദി ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണോ അവരെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമ്മുടെ ആഡ് കോപ്പീസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇവിടെ എൻ്റെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെൻസ് ഏജ് 18 to 40, ലൊക്കേഷനും കൂടി കൊടുത്തു. ഇതാണ് എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ്. ഇപ്പം നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ഇപ്പം മെന്നായിരിക്കും അല്ലെങ്കിൽ വുമൺ ആയിരിക്കും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ലൊക്കേഷൻസ്, ഏജ്, അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ വീണ്ടും ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻക്ലൂഡ് റെലവൻറ്റ് ഹാഷ് ടാഗ്സ്, കോഡ്സ് ആൻഡ് അതർ എലമെൻറ്റ്സ് ടു മേക്ക് ദിസ് ആഡ് സ്റ്റാൻഡ് ഔട്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഇതിന് വേണ്ടിയിട്ടുള്ള ഹാഷ് ടാഗ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ മാനുവലി ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു പ്രോംപ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഹാഷ് ടാഗ്സ് ആയാലും കോഡ്സ് ആയാലും എല്ലാം ഈ ഒരു ആഡ് കോപ്പിയുടെ കൂട്ടത്തിൽ തന്നെ ഈ ChatGPT ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് എൻ്റർ ഒന്ന് ഹിറ്റ് ചെയ്ത് നോക്കാം. എന്താണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. കാരണം നിമിഷ നേരം കൊണ്ട് നമ്മൾ പറഞ്ഞ 5 ആഡ് കോപ്പിയാണ് ChatGPT ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ChatGPT ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആഡ് കോപ്പി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വേണ്ട, ഫസ്റ്റ് ആഡ് കോപ്പി എലിവേറ്റ് യുവർ സ്റ്റൈൽ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കോപ്പി ChatGPT തന്നിട്ടുണ്ട്. എന്നിട്ട് വേണ്ട അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടി തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഹാഷ് ടാഗ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേണ്ട ആഡ് കോപ്പി 2, ആഡ് കോപ്പി 3, ആഡ് കോപ്പി 4, ആഡ് കോപ്പി 5. ഓക്കെ, 5 ആഡ് കോപ്പി ഇവർ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സപ്പോസ് നമുക്ക് ഈ ജനറേറ്റ് ചെയ്ത കോപ്പീസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ട ഇവിടെ റീജനറേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ChatGPT അടുത്തുള്ള ആഡ് കോപ്പീസ് എല്ലാം ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വേണ്ട ജസ്റ്റ് നോക്കിയാൽ മതി. കണ്ടോ, നിമിഷ നേരം കൊണ്ടാണ് നമ്മൾ ചോദിച്ച 5 ആഡ് കോപ്പി ആണെങ്കിൽ ഈ ചാറ്റ് ബോട്ട്, അതായത് ChatGPT എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നത്. എന്താണ് നമുക്കാണെങ്കിൽ ഇപ്പം ആഡ് കോപ്പീസ് കാര്യങ്ങളെല്ലാം ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആഡിന് വേണ്ടിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനായി ഞാൻ തന്നെ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ ഗീവ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഫോർ ദ എബോ ജനറേറ്റഡ് സോഷ്യൽ മീഡിയ ആഡ് കോപ്പീസ്. ഞാനപ്പോൾ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 എണ്ണത്തിനും ChatGPT എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്ത് തരും.
നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ആഡ് കോപ്പിയുടെ അടിയിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനകത്ത് കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒരു യൂണിക് സെല്ലിംഗ് പോയിൻറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ എല്ലാം കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രോംപ്റ്റിൻ്റെ അവിടെ ഒരു 2 സെൻറ്റൻസും കൂടി ചേർത്താൽ മതി. അതായത് ആസ്ക് എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അണ്ടിൽ യു ഗെറ്റ് ഓൾ റിക്വയർഡ് ഇൻഫോർമേഷൻ ടു ക്രിയേറ്റ് ആൻഡ് പെർഫെക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്താണ് ഡ്രാഫ്റ്റ് ചെയ്ത് ChatGPT തരുന്നതായിരിക്കും.